നമ്മുടെ ഉള്ളില് പോലീസ് ആവണം എന്നാണ് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നത്. ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ പോലീസ് ആവണം, ആ യൂണിഫോം ഇടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത് കിച്ചേച്ചിയാണ്. ഇവിടെ എപ്പോഴും എല്ലാത്തിനും കൂട്ടായിട്ട് ഉണ്ടായിരുന്നത് കിച്ചേച്ചിയാണ്. ഇവിടുത്തെ മോക്ക് ടെസ്റ്റുകൾ വളരെ യൂസ്ഫുൾ ആയിരുന്നു. എല്ലാ മോക്ക് ടെസ്റ്റുകളും LDC ആയാലും CP ആയാലും SI നടത്തിയിട്ടില്ലായിരുന്നു. CP ആയാലും എല്ലാത്തിലും ഒരുവിധം 60, ആദ്യമൊക്കെ 40 റേഞ്ച് ആയിരുന്നു, പിന്നെ 50 എത്തി, പിന്നെ 60 എത്തി. പിന്നെ അതുപോലെ തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, അതിലുള്ള മോക്ക് ടെസ്റ്റുകൾ പരമാവധി ചെയ്യും. തൊഴിൽ വാർത്തയും തൊഴിൽ വീതിയും ആഴ്ചക്ക് വാങ്ങും. അത് ഫുൾ ആ ഒരു വീക്കിൽ തന്നെ ഫുള്ള് ഓടിച്ചു പോകാനെങ്കിലും നോക്കും, എന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് പ്രിപ്പറേഷൻ പോയത്. ഇപ്പൊ CP ഒക്കെ കിട്ടിയിട്ട് തന്നെ ആളുകൾ പറയണ്ടായിരുന്നു പോണ്ട, ഇതിന് CP ഒക്കെ പോകണ്ട, എന്തിനാ പോണേ, പട്ടിപ്പണിയാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഉള്ളില് പോലീസ് ആവണം എന്നാണ് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നത്. ഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ പോലീസ് ആവണം, ആ യൂണിഫോം ഇടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ആരെന്ത് പറഞ്ഞാലും ഞാൻ മൈൻഡാക്കിയിരുന്നില്ല. നാട്ടുകാർ തന്നെ ഇപ്പൊ ഇവിടെ എല്ലാരും എല്ലാരും കേൾക്കുന്നതാണിത്, നാട്ടുകാരുടെ കമന്റ്സ്. കുറെ ആയല്ലോ പോണേ, എന്നിട്ട് എന്തായി, ഒന്നും ആയില്ലേ, അങ്ങനെയുള്ള കുറെ കമന്റ്സ് കേട്ടായിരുന്നു. പിന്നെ ഒന്നിച്ചുള്ളവരൊക്കെ ജോലിയിൽ കയറി. ഞാൻ ഇവിടെ വരുന്നത് 2024 ജനുവരിയിലാണ്. ആഗസ്റ്റ് വരെയാണ് ഞാൻ ഇവിടെ വന്നത്. ഒരു 6 മാസത്തെ കറക്റ്റ് പ്രിപ്പറേഷനൂടെ, അതായത് രാവിലെ എണീക്കും, ഫുൾ സ്റ്റഡിയാണ്. വീട്ടിൽ പിന്നെ വേറെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, വീട്ടുകാരുടെ സപ്പോർട്ടാണ്. അങ്ങനെ ഫുൾ സ്റ്റഡിയാണ്. രാവിലെ ഇരിക്കും, വൈകുന്നേരം രാത്രി ആവുമ്പോഴും, രാത്രി ഒരു 10 മണി 11 മണി, ചിലപ്പോഴൊക്കെ 2 മണിക്കൊക്കെ എണീച്ച് പഠിക്കാറുണ്ടായിരുന്നു. നമുക്കൊരു പഠിക്കണം എന്നില്ല മോട്ടീവ് ഉള്ളിൽ കയറിയാല് നമ്മളത് കണ്ടിന്യൂ അങ്ങ് പോയിക്കോളും. നമുക്ക് തന്നെ ആ ഉള്ളിൽ നിന്നൊരു പുഷ് വരും, പഠിക്കണം, ഇതിൽ കൂടുതൽ സ്കോർ ചെയ്യണം എന്നൊരു പുഷ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് പഠിച്ചിരുന്നത്. ഇവിടെ ഈ റാങ്കിൽ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ മാക്സിമം എഫേർട്ട് ഇടുക. എല്ലാവരും ഇനി ഈ ഇരിക്കുന്നവരിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു വേദി ഷെയർ ചെയ്യാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.